ആ പിശാചിന്റെ മനസ്സിൽ ഇത്രയും വിഷം ഉണ്ടായിരുന്നോടി. എന്റെ മകനെ കൊല്ലാനും മാത്രം. എന്ത് ദ്രോഹമാണ് അവൻ അവളോട് ചെയ്തത്. അവളെ ജീവന് തുല്യം സ്നേഹിച്ചു പോയതോ. രോഹിത്തെ, നീ വന്നേ. ഇവിടുമാരൊക്കെ ഭർത്താക്കന്മാരെ കൊലയ്ക്ക് കൊടുക്കുന്ന ജാതിയാ. അല്ല, നിനക്കെപ്പോഴാ വിഷം കലക്കി തരുന്നെന്ന് ആര് കണ്ടു? വാടാ വാടാ, എന്റെ കൂടെ നമുക്ക് പോവാം. വാ വാ ഇങ്ങോട്ട് വാ വാ. എടോ, വണ്ടി എടുക്കടോ, വണ്ടി എടുക്ക പെട്ടെന്ന്. അച്ഛാ, സത്യമ്മ പറഞ്ഞിട്ട് പോയത്. എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയില്ലല്ലോ മോളെ. അവനൊരു ആപത്തൊന്നും ദേഷ്യത്തിലാ ഭാമ. അങ്ങനെ വിളിച്ചു പറഞ്ഞ അതൊക്കെ കൊണ്ടാ. എന്നാലും എന്തൊക്കെയാ സത്യമ്മ വിളിച്ചു പറഞ്ഞ്? എന്റെ കുഞ്ഞേച്ചി എങ്ങനെ ചെയ്യൂ? സ്വന്തം പ്രാണനെ പോലെ കരുതുന്ന വിഷ്ണുവേട്ടനെ എനിക്കത് ഓർക്കാൻ പോലും കഴിയുന്നില്ല അച്ഛാ. മക്കളെ, എന്തായാലും അവർ പോട്ട് കേട്ടെ. തെറ്റും ശരി നോക്കേണ്ട സമയമല്ലത്. വിഷ്ണുവിന് അല്ലാത്തൊന്നും സംഭവിക്കില്ലെന്നും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കുമോളെ. എനിക്ക് എന്തൊക്കെയോ അസ്വസ്ഥതകൾ തോന്നിയപ്പോഴേ എനിക്ക് മനസ്സിലായതാ അവരെന്തോ പറ്റിയിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുക. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോണേ. എന്താ അവിടെ ഉണ്ടായത്? ഞാൻ കണ്ടിട്ട് പോകുമ്പോ ഉണ്ടായിരുന്ന വിഷ്ണുവേട്ടനെ അല്ലല്ലോ പിന്നെ അവിടെ കണ്ടത്. എന്താ അവിടെ നടന്നെന്ന് എനിക്ക് അറിയണം. അയ്യോ മേഡം, അവിടെ ഒരു മർദ്ദന മുറിയും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. കളക്ടറുടെ പ്രത്യേക പരിഗണന ഉള്ളതിനാൽ ഒന്ന് സഹായിക്കാൻ നോക്കിയെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതിങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വിഷ്ണുവിനെ എത്തിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചത് പോലുമില്ല. ഒരു കുഴപ്പവും ഇല്ലാതിരുന്ന ഒരാള് എങ്ങനെ മരണതുല്യമായ ഒരു അവസ്ഥയിലേക്ക് എത്തി? അതിന്റെ വിശദീകരണം മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. മേഡം, എന്നെ ഇങ്ങനെ ചോദ്യം ചെയ്ത് സമയം കളയാനേക്കാൾ നല്ലത് മേഡത്തിന്റെ വീട്ടിലേക്ക് വിളിച്ച് ചോദിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കൃത്യമായിട്ട് കാര്യം അറിയാനും പറ്റും. വായ്, എന്തിന് ഇങ്ങനെ ഒരു സംഭവം സ്റ്റേഷനിൽ നടന്നതിന് ഞാൻ എന്തിനാ എന്റെ വീട്ടിൽ വിളിച്ച് ചോദിക്കുന്നത്? അല്ല, വീട്ടിൽ ആർക്കെങ്കിലും ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്നറിയാലോ. ഇല്ലെങ്കിൽ അവിടുന്ന് ഭക്ഷണം കഴിച്ച ആർക്കെങ്കിലും ഇതുപോലൊരു അവസ്ഥ, അങ്ങനെ എന്തെങ്കിലും. നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? തെളിച്ച് പറയണം മിസ്റ്റർ. മേഡം, ശാരദാമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുകൊടുത്ത ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിഷ്ണുവിന് ഈ അസ്വസ്ഥതയൊക്കെ ഉണ്ടായത്. വാട്ട്? നോ, ഞാനിത് വിശ്വസിക്കില്ല. നിങ്ങൾ പച്ച കള്ളമായി പറയുന്നേ. മേഡം, മേഡത്തിന് ഈ നിൽക്കുന്ന ഏത് പോലീസുകാരോട് വേണമെങ്കിലും ചോദിച്ചു നോക്കാം. ആ ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് വിഷ്ണു അസ്വസ്ഥത പ്രകടിപ്പിച്ചതും ബ്ലഡ് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങിയതൊക്കെ. അതുകൊണ്ടാണ് മേഡം ഞാൻ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് തിരക്കാൻ പറഞ്ഞു. ഭക്ഷണമല്ലേ, ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് വേണമെങ്കിലും സംഭവിക്കാമല്ലോ. കുറച്ച് കുരുമുളക് കൂടിപ്പോയാൽ പോലും ചങ്കിൽ കുത്തലുണ്ടാക്കുന്ന കാലമാണ് മേഡം. പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഞാൻ പറഞ്ഞ പോസിറ്റീവായിട്ട് എടുക്കും മേഡം. ഒന്ന് വിളിച്ച് ചോദിക്കും. ഇനി ആരും കഴിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലൊരു അപകടം നമുക്ക് ഒഴിവാക്കാനെങ്കിലും പറ്റുമല്ലോ. പ്ലീസ്. ഹലോ, അമ്മ
എവിടെ ശാന്തേച്ചി? മോളെ, ശാരദാമ്മ പുറത്തു പോയിരിക്കുക. ഫോൺ കൊണ്ടുപോയിട്ടില്ല. എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? ശാരദാമ്മ വരുമ്പോ ഞാൻ പറഞ്ഞോളാം. ഹോട്ടലിൽ ഭക്ഷണം ഇപ്പൊ കൊടുക്കുന്നുണ്ടോ? ആ പിന്നെ, ആൾക്കാരൊക്കെ കഴിച്ചിട്ട് പോയല്ലോ. എന്താ മോളെ കാര്യം? ഇവിടെ വിഷ്ണുവേട്ടൻ അമ്മ കൊടുത്തുവിട്ട ഭക്ഷണം കഴിച്ച് വിഷ്ണുവേട്ടൻ ഹോസ്പിറ്റലിലാ. അതാ ഞാനിങ്ങനെ എടുത്തെടുത്ത് ചോദിക്കുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നോ? അത് ഫുഡ് പോയ്സൺ ആണെന്നാ പറയുന്നത്. ഏയ്, അങ്ങനെയാണെങ്കിൽ ഇവിടെ ആർക്കെങ്കിലും ഒക്കെ അങ്ങനെ സംഭവിക്കണ്ടേ? ഇത് മറ്റെന്തെങ്കിലും കാര്യമായിരിക്കും മോളെ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. അമ്മ വരുമ്പോ ഒന്ന് പറഞ്ഞേക്കണേ. ശരി. ഈശ്വര, അങ്ങനെ വരാൻ ഒരു വഴിയില്ലല്ലോ. ഭക്ഷണത്തിൽ നിന്നുള്ള വിഷാംശമാണെങ്കിൽ ഒരാൾക്ക് മാത്രമായിട്ട് സംഭവിക്കുമോ? എന്തായിരിക്കും അപ്പൊ അവിടെ നടന്നത്? വിഷ്ണുവേട്ടൻ ഹോസ്പിറ്റലിലായിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ കള്ളക്കളികൾ നടന്നിട്ടുണ്ട്. അത് കുഞ്ഞേച്ചിയുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ശ്രമമാണ് സത്യാമ്മ ഇപ്പോൾ ഇവിടെ നടത്തിയത്. ആരെങ്കിലും ഫോൺ വിളിച്ച് ചോദിക്കാന്ന് വെച്ചാൽ കുഞ്ഞേച്ചിയുടെ ഫോണിലേക്ക് കോള് പോകുന്നില്ല. അമ്മയാണെങ്കിൽ ഫോൺ എടുക്കുന്നുമില്ല. അമ്മ ഉണ്ടാക്കി കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചാണ് വിഷ്ണുവേട്ടൻ ഹോസ്പിറ്റലിലായിരിക്കുന്നതെന്നാണ് പറയുന്നത്. വർഷങ്ങളായി ഭക്ഷണം ഉണ്ടാക്കിയും വിളമ്പിക്കൊടുത്ത ശീലമുള്ള അമ്മയ്ക്ക് എന്തായാലും അങ്ങനെ ഒരു തെറ്റ് പറ്റാൻ സാധ്യതയില്ല. ഇതിലെന്തോ ചതിയുണ്ട്. അമ്മ എന്താ ഫോൺ എടുക്കാത്തെ? ഒരു അത്യാവശ്യത്തിന് വിളിച്ചാൽ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ കാര്യങ്ങൾ അറിയാ? എന്താ കുഞ്ഞ്, വിഷ്ണു കുഞ്ഞിന്റെ കാര്യം വല്ലതും അറിഞ്ഞോ? സത്യാമ്മ എന്തിനാ ശാലിനി കുഞ്ഞിനെയും മറ്റും ചീത്ത പറഞ്ഞത്? ശാരദാമ്മ കൊണ്ടുപോയ ഭക്ഷണം കഴിച്ചിട്ടാണോ വിഷ്ണു കുഞ്ഞിന് സുഖമില്ലാതായത്? എന്നൊക്കെയാ പറയുന്നേ ചേച്ചി. ഇതിന്റെ സത്യാവസ്ഥ എന്താന്ന് ദൈവത്തിന് മാത്രമേ അറിയൂ. രാഘവൻ സാറ് ശ്യാമക്കുഞ്ഞിനെ തിരക്കുന്നുണ്ട്. വിഷ്ണു കുഞ്ഞിന്റെ കാര്യം അറിയാൻ തന്നെയാ. സത്യാമ്മ പറഞ്ഞിട്ടുള്ള അറിവേ എനിക്കുള്ളൂ. പോയിരിക്കുന്നവരാരും ഫോണും എടുക്കുന്നില്ല. എന്തായാലും ഇതറിഞ്ഞപ്പോ മുതല് സാറും വല്ലാത്തൊരവസ്ഥയില്ല. നിലവിളിക്കുന്നില്ലെന്നേ ഉള്ളൂ. മനസ്സ് മുഴുവനും വിഷ്ണു കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോന്ന് ചിന്തയാ. ഞാനിപ്പോ എന്താ അച്ഛനോട് പറയാ? അറിയില്ലെന്ന് പറഞ്ഞാ ഞാൻ മനഃപൂർവ്വം അച്ഛനിൽ നിന്നും പലതും മറച്ചു വെക്കുന്നല്ലേ അച്ഛൻ കരുതൂ. തെറ്റ് പറ്റിയത് എന്റെ വീട്ടുകാർക്കാണെന്നല്ലേ സത്യമ്മ പറഞ്ഞിട്ട് പോയത്. എന്നെ അവിടെ ഇരുത്താത്തത് കൊണ്ടാ ഞാൻ ശ്യാമക്കുഞ്ഞിനെ വിളിച്ചോണ്ട് വരാന്നും പറഞ്ഞു പോന്നത്. ഹോസ്പിറ്റലിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ലെന്ന് തന്നെ പറ. അല്ലാതിപ്പോ നമ്മൾ എന്ത് പറയാനാ? അവളിത് എവിടേക്കാ പോയത്? ഒരു കാര്യം അറിയാൻ വേണ്ടിയല്ലേ വിളിച്ചോണ്ടാൻ പറഞ്ഞത്. എന്നിട്ട് പോയ വഴി പോയേക്ക. എനിക്ക് പോയി തിരക്കാൻ പറ്റുന്ന അവസ്ഥയിലായിരുന്നെങ്കിൽ രാഘവൻ ആരുടെ കാല് പിടിക്കില്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് പോയി കാര്യങ്ങളൊക്കെ തിരക്കി വരുമായിരുന്നു. എന്താണ് ഇപ്പൊ അവിടെ ഉണ്ടായത്? ഒന്നും അറിയാൻ പറ്റുന്നില്ലല്ലോ. എവിടെയെങ്കിലും കുത്തിരിക്കാന്ന് വെച്ചാ എനിക്ക് ഈ പറയണ്ടേ? ശ്യാമേ, ശ്യാമേ, ഇത് നിങ്ങൾക്ക് എവിടെ പോയിരിക്കുക? വിളിച്ചാൽ കേൾക്കത്തില്ല. ശ്യാമേ, അയ്യോ അച്ഛാ, അയ്യോ അച്ഛാ സാറേ, അച്ഛാ എന്തു പറ്റി? എഴുന്നേക്ക് അച്ഛാ. മക്കളെ, നിങ്ങൾ കൂട്ടിയെ കൂടൂല. അച്ഛൻ പതുക്കെ. പൊന്നിച്ചി ഒന്ന് വേഗം പിടിക്ക. എന്താ അച്ഛാ ഇത്? വല്ലതും പറ്റിയോ? ഞങ്ങൾ അച്ഛൻ്റെ അടുത്തേക്ക് വരുമല്ലായിരുന്നോ? എന്തിനാ എഴുന്നേറ്റ് നടക്കാൻ നോക്കിയേ?
നിങ്ങളുടെ വിഷ്ണുവിന്റെ കാര്യം എന്തായി? അതറിയാഞ്ഞിട്ടും എനിക്കൊരു സ്വസ്ഥതയില്ല. എന്താ ശരിക്കുണ്ടായേ? എന്താ ഭാമ കിടന്ന് ബഹളം വെച്ച് പോയപ്പോ എന്തൊക്കെ വിളിച്ചു പറഞ്ഞെന്നല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലായില്ല. എന്താ എന്താ വിഷ്ണു ശരിക്കും പറ്റിയ ശ്യാമേ? മക്കളെ വല്ല പറഞ്ഞോ? സത്യമ്മ പറഞ്ഞ കാര്യങ്ങളെ എനിക്കും അറിയാൻ പാടുള്ളൂ അച്ഛാ. വിഷ്ണുവേട്ടന് സുഖമില്ലാണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. ഞാനും ദേ പൊന്നി ചേച്ചിയും കൂടി ഹോസ്പിറ്റലിൽ പോയിരിക്കുന്നവരെ ഇത്രയും നേരം വിളിച്ചോണ്ടിരിക്കുവായിരുന്നു. ഒരാളും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ വിവരങ്ങളൊന്നും അറിയാനും പറ്റുന്നില്ല. അല്ല, അവരാരും എന്താ മക്കളെ ഫോൺ എടുക്കാത്ത? അല്ല, ഇനി എന്റെ കുഞ്ഞ് എന്തെങ്കിലും കാര്യമായിട്ട് കുഴപ്പമുണ്ടോ? അല്ലാതെ എന്നിൽ നിന്ന് നിങ്ങളെല്ലാരും എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? അയ്യോ ഇല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ അച്ഛനോട് പറ. എന്റെ ഈ മനസ്സിൽ നടക്കി നിർത്താൻ വേണ്ടിട്ടാ ഈ ചോദിക്കുന്നേ. ഇല്ല അച്ഛാ, അങ്ങനെയൊന്നും ഇല്ല. ആ ചിലപ്പോ റേഞ്ച് ഇല്ലാത്തടത്തായിരിക്കും, അതുകൊണ്ടാ ഫോൺ വിളിച്ചിട്ട് കിട്ടാത്ത. അച്ഛൻ വിഷമിക്കാതെ. പോയവരിൽ ആരെങ്കിലും ഒക്കെ വിവരങ്ങൾ അറിയിക്കാൻ വിളിക്കാതിരിക്കില്ല. മകളെ ഭാമ പറഞ്ഞു കേട്ടല്ലോ, ശാലിന് കൊടുത്ത ഭക്ഷണം കഴിച്ചാ അവന് സുഖമില്ലാണ്ടായെന്ന്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? ഹേയ്, അതോ ഭാമയുടെ ദേഷ്യത്തിന് അവളെന്തൊക്കെ വിളിച്ചു പറയുന്നതാണോ? അച്ഛൻ എന്താ ഈ പറയുന്നേ? അങ്ങനെ ഒരു സംശയം പോലും നമ്മുടെ മനസ്സിൽ വരാൻ പാടില്ല. വിഷ്ണുവേട്ടന് വേണ്ടിയിട്ടല്ലാതെ എന്റെ കുഞ്ഞേച്ചിക്ക് വേണ്ടി ഒരു ദിവസം പോലും ജീവിച്ചിട്ടില്ല. ഊണിലും ഉറക്കത്തിലും എല്ലാം വിഷ്ണുവേട്ടനെ എങ്ങനെ ഈ കേസിൽ നിന്ന് രക്ഷിക്കാം എന്ന് ചിന്തിക്കുന്നുള്ള എന്റെ കുഞ്ഞേച്ചി. ആ എന്റെ കുഞ്ഞേച്ചി വിഷ്ണുവേട്ടന് വിഷം കൊടുത്ത് കൊല്ലാൻ നോക്കിന്നൊക്കെ പറഞ്ഞ അതൊക്കെ വിശ്വസിക്കാൻ മാത്രം ഞാനത്ര മണ്ടിയൊന്നും അല്ലച്ച. സത്യമ്മ എന്റെ കുടുംബക്കാരെ അടക്കാ ചീത്ത പറഞ്ഞ്. ഞങ്ങള് വിഷം കൊടുത്തു എന്ന് തന്നെയാ പറഞ്ഞ്. ഇതിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായച്ച. വിഷ്ണുവേട്ടനും എന്റെ കുഞ്ഞേച്ചിയും തമ്മിലുള്ള ഇഷ്ടത്തിന്റെ ആഴവും പരപ്പും ഒന്നും സത്യമ്മയ്ക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. അത് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ സത്യമ്മ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു. അച്ഛനറിയോ, വിഷ്ണുവേട്ടൻ എന്റെ കുഞ്ഞേച്ചിയുടെ പ്രാണനാ. കുഞ്ഞേച്ചിയുടെ ജീവനേക്കാളും കുഞ്ഞേച്ചി പ്രാധാന്യം കൽപ്പിക്കുന്നത് വിഷ്ണുവേട്ടന്റെ ജീവന് തന്നെ. ആ ജീവൻ എടുക്കാൻ കുഞ്ഞേച്ചി ആഗ്രഹിക്കുമെന്നോ? അങ്ങനെ ഒരു ചിന്ത എന്റെ കുഞ്ഞേച്ചിയിലേക്ക് വരുന്നതിന് മുൻപേ എന്റെ കുഞ്ഞേച്ചി ആത്മഹത്യ ചെയ്തിരിക്കും. മക്കളെ, അച്ഛനെല്ലാം അറിയാം, എല്ലാ കാര്യങ്ങളും അച്ഛനറിയാം. അല്ല, ഇനിയിപ്പോ പോലീസുകാര് ഒരു കാരണം ഉണ്ടാക്കി അവനെ തല്ലിച്ചയച്ച് ഹോസ്പിറ്റലാക്കിട്ടേ ഇങ്ങനൊരു കള്ളക്കഥ പറഞ്ഞുണ്ടാക്കിയാലും മതിയല്ലോ. എന്തിനും പോരാത്ത ആ ACPക്ക കേസിന് ചുമതല. അയാള് കാലനാ. നമ്മുടെ കുടുംബത്തിൽ എത്ര പേരെ കൊന്നാലും തീരാത്തത്ര പകയം കൊണ്ട് നടക്കുന്ന വിഷസർപ്പ. അവൻ കളിക്കും, ഭംഗിയായിട്ട് കളിക്കും. അവനറിയാത്ത വളഞ്ഞ വഴികളിലൂടെയൊക്കെ സഞ്ചരിച്ചേ ദ്രോഹിക്കാവുന്നതിന്റെ മാക്സിമം അവൻ ദ്രോഹിക്കും. ഈ ഒരു കള്ളക്കളിക്ക് പിന്നിലും അങ്ങനെ ഒരു സംശയം ഇല്ലാതില്ല. പക്ഷെ അതൊന്നും സത്യമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ അച്ഛ. സ്നേഹം, ഇഷ്ടം, അതൊന്നും മനസ്സിലാക്കി പ്രകടിപ്പിക്കാനോ അവൾക്ക് അറിയില്ല. എന്തെങ്കിലും കേട്ടാ അതിന്റെ മോശം വശങ്ങൾ പിടിച്ച് മാത്രം ബഹളം കൂട്ടാറിയാം. എന്നാ അതിന്റെ നന്മ ശ്രമിക്കുകയില്ല, ശ്രദ്ധിക്കുകയില്ല. അച്ഛാ, പതുക്കെ. കുഴപ്പമില്ല, ഒരു വല്ലാത്തൊരു പരവേശം. ഞാനൊന്ന് കിടക്കട്ടെ. ഈ വിവരങ്ങൾ അറിയാനുള്ള കാത്തിരിപ്പേ മരണവേദനയ്ക്കും അപ്പുറവാ. എന്തെങ്കിലും വിവരം അറിഞ്ഞ അച്ഛനെ മോള് വിവരം അറിയിക്കണം. എന്റെ ശരീരത്തിൽ എന്തെങ്കിലും ഉണർവുണ്ടാവണമെങ്കിൽ അവിടുന്ന് എന്തെങ്കിലും ഒരു നല്ല വാർത്ത കേൾക്കണം. വേണ്ട മോളെ, പിടിക്കണ്ട, അച്ഛൻ പോയിക്കോളാം. വിട്ടോ ഭഗവാനെ, എന്റെ കുഞ്ഞിന് ആപത്തൊന്നും വരത്തില്ല.
ഈശ്വര, കാണുന്നില്ലല്ലോ. ഹലോ ഹലോ അമ്മേ. അമ്മയല്ല മോളെ, ഞാനാ. ആ, ശാന്തേച്ചിയാ മോളെ. അമ്മ ഫോൺ കൊണ്ടുപോയിട്ടില്ല, മാർക്കറ്റിൽ പോയിരിക്കോ. അപ്പൊ അമ്മ അവിടെ ഇല്ലേ? ആ, ദേ ദേ വരുന്നുണ്ട്, ഞാൻ കൊടുക്കാം. ആ ദേ ശാരദാമ്മേ, ശ്യാമയാ. എന്താടി, എന്താ വിശേഷം? വിശേഷങ്ങളേ ഉള്ളൂ. എന്തൊക്കെ കുഴപ്പങ്ങൾ അമ്മ ഉണ്ടായിരിക്കുന്നേ? കുഴപ്പോ? എന്താടി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ അമ്മയെ കുഞ്ഞേച്ചി വിളിച്ചില്ലേ? ഇല്ല. വിഷ്ണുവേട്ടൻ അമ്മയാണോ ചോറുണ്ടായി കൊടുത്തത്? ആ അതെ. അവിടുന്ന് ഒരു പോലീസുകാരൻ വിളിച്ചു പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ചോറ് കൊണ്ടേ കൊടുത്തു. അതിനിപ്പോ എന്താ? ഓ, സത്യം വല്ലതും പറഞ്ഞോ? അമ്മ കൊണ്ടുപോയി കൊടുത്ത ഭക്ഷണം കഴിച്ചതിന് ശേഷം വിഷ്ണുവേട്ടൻ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടായി. കുഴപ്പോ? എന്ത് കുഴപ്പം? വിഷ്ണുവേട്ടനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കും അമ്മേ. അയ്യോ, എന്താടി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അമ്മേ, ഇവിടെ അതിന്റെ പേരിൽ വലിയ ബഹളം തന്നെ സത്യമ്മ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. ഇപ്പോ ഹോസ്പിറ്റലിലോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇനി എന്തൊക്കെയാവുമെന്ന് എനിക്ക് അറിയില്ല അമ്മേ. അമ്മ എത്രയും പെട്ടെന്ന് കുഞ്ഞേച്ചി ഒന്ന് വിളിച്ചു നോക്ക്. ആ ശരി ശരി, ഞാൻ വിളിക്കാം. ഈശ്വര, കുഴപ്പമൊന്നും ഇല്ലാതിരുന്നാ മതിയായിരുന്നു. ശാന്തേ, നമ്മൾ ഇവിടുന്ന് കൊടുത്ത ഭക്ഷണം കഴിച്ചിട്ടേ വിഷ്ണു ആശുപത്രിയിലായെന്ന് ഞാൻ അറിഞ്ഞു ശാരദാമ്മേ. ശാരദാമ്മ എന്താ ഫോൺ കൊണ്ടുപോകാതിരുന്നേ? അത് ഞാൻ അവളെ ഒന്ന് വിളിക്കട്ടെ. അമ്മേ, ആ ശാലിനി, എന്താടി, എന്താ സംഭവിച്ചത്? അമ്മേ, സ്റ്റേഷനിൽ നിന്ന് വിളിച്ച് പറയുമ്പോഴാണ് ഞാനും അറിയുന്നത്. ഞാനിവിടെ എത്തുമ്പോ വിഷ്ണുട്ട് രക്തം ശ്രദ്ധിച്ച് കിടക്കുന്നതാ കണ്ടത്. അയ്യോ, ഇവിടെ ഇപ്പൊ ICUല. മോളെ, ഞാനിപ്പോ തന്നെ അങ്ങോട്ട് വരാം. നീ അവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ? വേണ്ടമ്മേ, അമ്മ ഇപ്പൊ ഇങ്ങോട്ട് വരണ്ട. പിന്നെ ഇവിടെ അമ്മ കൊണ്ടുവന്ന ഭക്ഷണത്തിൽ നിന്ന് ഫുഡ് പോയ്സൺ ഉണ്ടായിരിക്കുന്നെന്ന് ഇവരിപ്പോ പറയുന്നു. അതെങ്ങനെ മോളെ ശരിയാവുക? ആ ഭക്ഷണമല്ലേ ഇവിടെ ഹോട്ടലിലുള്ളവരും വീട്ടിലുള്ളവരും ഒക്കെ കഴിച്ചത്. ഹോട്ടലിൽ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് നമ്മൾ വീട്ടിലേക്ക് എടുക്കുന്നത്, അല്ലാതെ വേറെ ഭക്ഷണമൊന്നും നമ്മൾ വീട്ടിലേക്ക് ഉണ്ടാക്കുന്നില്ലല്ലോ. അമ്മ, അത് നമുക്ക് മാത്രം അറിയാവുന്ന കാര്യങ്ങളല്ലേ, മറ്റുള്ളവർക്ക് അത് അറിയേണ്ട ആവശ്യമില്ലല്ലോ. മോളെ, അവര് നോക്കുമ്പോ അമ്മ കൊണ്ടുവന്ന ഭക്ഷണം കഴിച്ച വിഷ്ണുവേട്ടന് സുഖമില്ലാതായതും അസ്വസ്ഥത കാണിച്ചു തുടങ്ങിയതും ഒക്കെ. എടി, പറയുന്നവർക്ക് എന്തും പറയാമല്ലോ. നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളാ ഇതൊക്കെ. അത് പോട്ടെ, വിഷ്ണുവിന് എങ്ങനെയുണ്ട്? നീ അത് പറ. വല്ലാത്തൊരവസ്ഥയില അമ്മ ഇവിടെ കൊണ്ടുവന്നത്. അയ്യോ, ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടുമില്ല. മോളെ, നീയാണ് എന്റെ സത്യമോളാണ്. എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ല. എവിടെയോ എന്തോ ചതിവ് പറ്റിയിട്ടുണ്ട്. അത് ഈ ഒരു അവസ്ഥയിൽ നീ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാനാ? ഞാൻ വരണ്ടെങ്കിൽ വേണ്ട, ഞാൻ അച്ഛനെ അങ്ങോട്ട് പറഞ്ഞു വിടട്ടെ. അയ്യോ, അതൊട്ടും വേണ്ട. അതെന്താ? ഇതുപോലെ പ്രശ്നമായിരിക്കുന്ന സ്ഥലത്ത് അച്ഛൻ വന്നാ അത് കൂടുതൽ പ്രശ്നമാവത്തേ ഉള്ളൂ. ഇതിപ്പോ സത്യമേ മറ്റോ അറിഞ്ഞു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ആരും വേണ്ട, ഒരാളും വേണ്ട. ഞാനത് എങ്ങനെയെങ്കിലുമൊക്കെ ഫേസ് ചെയ്ത് നിന്നോളാം, അല്ലാതെ വേറെ മാർഗമില്ല. മോളെ, എടി, തെറ്റ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ ഭാഗത്തു നിന്നാണെന്നല്ലേ പറയുന്നേ? മോളെ, നീ ഇങ്ങനെ പറയുമ്പോൾ ഞാനെന്തോ തെറ്റ് ചെയ്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഇത് കേട്ടതിന് ശേഷം ചങ്ക് പൊട്ടിയാ നിൽക്കുന്നേ. എൻ്റെ കൈ കൊണ്ട് അത് ഞാൻ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം കഴിച്ച ഒരാൾ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മരണത്തിന് തുല്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഒന്നുകിൽ മറ്റെന്തോ സ്റ്റേഷനിൽ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ കുറ്റം നമ്മളെ ചാർത്തി മറ്റാരും എന്തൊക്കെയോ ലക്ഷ്യം കാണുന്നുണ്ട്. മോൾ അത് കണ്ടെത്തണം. വിഷ്ണുമോൻ രക്ഷപ്പെടുകയും വേണം, നമ്മുടെ നിരപരാധിത്വം തെളിയിക്കുകയും വേണം.
ഞാൻ നോക്കട്ടെ അമ്മ. എല്ലാത്തിനും വഴിയുണ്ടാക്കാം. അമ്മ സമാധാനമായിട്ടിരിക്കെ. ഞാൻ വിളിക്കാം. ഇനി എനിക്കെന്ത് സമാധാനമാടി? എന്നാലും ഞാൻ കാത്തിരിക്കും. വിഷ്ണുമോന് ഭേദമായെന്ന് നീ വിളിച്ചു പറയുന്നതും കാത്ത് ഞാൻ വിളിക്കാം അമ്മ. ഈശ്വര, ഇനി എന്തൊക്കെ കാണേണ്ടിയും കേൾക്കേണ്ടിയും വരുമോ എന്തോ. ഫോൺ വിളിച്ച് സന്തോഷം അറിയിച്ചതാണോടി? എന്റെ കുഞ്ഞിനെ കൊല്ലാൻ അമ്മയും മോളും കൂടെ പ്ലാൻ ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞ് സന്തോഷം അറിയിക്കാണോടി? സത്യമ്മ എന്തൊക്കെയാ പറയുന്നത്? നീ മിണ്ടരുത്. ഇവളൊറ്റ ഒരുത്തി കാരണോ എന്റെ കുഞ്ഞു മരണത്തെ മുഖാമുഖം കണ്ട് ദേ അവിടെ കിടക്കുന്നത്. ദേ, എന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ, നിന്റെ കുടുംബശ്രീ അടക്കം എല്ലാത്തിനെയും കത്തിക്കും ഞാൻ. ദേ, ഓർത്തോ നീ?